നമ്മളങ്ങനെ ഒങ്കൾ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്താണുള്ളത്. ഇനി അലഗാഡ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അതായത് ഇവിടെ നിന്ന് 225 കിലോമീറ്ററോളം ഡിഫറൻറ്റ് ഉണ്ട്. അതായത് അടുത്തൊരു വലിയ ടൗൺ എന്നുള്ള മാർക്കിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെന്ത് ചെയ്യും, ചെറിയ ചെറിയ ടൗണുകൾ, വില്ലേജുകളൊക്കെ കയറിപ്പോവും. ഇവിടെ ടൗണുകൾ, വില്ലേജ് എന്ന് പറയാനില്ല. കാരണം എന്താ വെച്ചാൽ പരന്ന് കിടക്കുന്ന ഭൂപ്രദേശമല്ലേ. അതുകൊണ്ട് തന്നെ വീടുകളുള്ള സ്ഥലത്ത് കുറേ വീടുകൾ, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഏരിയയിൽ കുറേ വീടുകൾ, അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഇനി വീടുകളുള്ള സ്ഥലത്ത് ചിലപ്പം കൂടുതൽ വീടുകൾ ഉണ്ടെങ്കിൽ അതൊരു ടൗൺ ആയിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷന്. അപ്പം ഞാനിവിടെ കുളിക്കാനായിട്ട് വന്നതാണ്. അതായത് ആ റോട്ടിൽ നിന്ന് കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് വണ്ടി, എന്നിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് കുളിച്ചത്, വെള്ളം കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കുളിച്ച്. അങ്ങനെ നോക്കിയപ്പോഴേ ഈ ഒരു ഏരിയയിൽ നല്ല കൃഷിയിടങ്ങൾ ഇട്ടാ അടിപൊളിയായിട്ട് എന്തൊക്കെയോ കൃഷികൾ നടക്കുന്നുണ്ട്. ഈ ഒരു കൃഷി വേറെ ഐറ്റം, എന്താണ് സംഭവം എന്നുള്ളതൊരു പിടുത്തം കിട്ടുന്നില്ല. കാരണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. ആ ഒരു ഏരിയയിലാണെങ്കിൽ പുല്ലിൻ്റെ കൃഷിയാണ്. നമ്മളെ ഇതിന് നാക്കാലികൾക്കൊക്കെ തിന്നാൻ കൊടുക്കുന്ന പുല്ലാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ആ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ വീടും ടൗണുകളൊക്കെ ഒഴിഞ്ഞു പോന്ന്. പിന്നെ അവിടെ ഇങ്ങനെ ആയിട്ട് കുറച്ച് പോത്തുകളൊക്കെ മേയ്ന്ന് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ എന്തോ അടിപൊളി കൃഷി നടക്കുന്നുണ്ട്. മുളകാണെന്നാണ് തോന്നുന്നത്. അതെ, ചെറിയ മറ്റേ ഇവിടുത്തെ മുളക് കിട്ടാം. ഇതൊക്കെയാണ് ഇങ്ങനത്തെ മുളക് ഇവിടെ അധികം കിട്ടും കേട്ടോ. ഇങ്ങനത്തെ മുളകിൻ്റെ പ്രത്യേകത വേറെ ഉണ്ട്. ഇങ്ങനത്തെ മുളക് പച്ചക്ക് കടിക്കാൻ രസമാണ്, കഴിക്കാൻ വലിയ എരിവ് ഉണ്ടാവില്ല. ഈ മുളക് വെച്ചിട്ടാണ് ഇവിടെ ബജി ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പരന്ന് കിടക്കുന്നുണ്ട്. ഈ മുളക് 2 എണ്ണമൊക്കെ വെച്ചിട്ട് ബജി ഉണ്ടാക്കും. അത് അടാറ് എരിവാണ്, സഹിച്ചില്ല. പക്ഷെ ഒന്നൊക്കെ വെച്ചുണ്ടാക്കുമ്പോൾ രസമാണ്. ബജി മുളകില്ലേ നമ്മളെ നാട്ടിലെ, അതേ സെയിം പ്രൊസീജിയർ. പക്ഷേ ഈ മുളകാണ് വെക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ ഉപയോഗിക്കുന്ന ബജി മുളകിലേറെ എരിവുണ്ട് ഈ മുളകിന്. എങ്കിലും ഓവർ എരിവ് എന്ന് പറയാനില്ല. കാരണം നമ്മളവിടെ ഉണ്ടമുളകല്ല കൂടുതൽ ഉപയോഗിക്കുക, അത്രത്തോളം എരിവില്ല. പിന്നെ ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഐറ്റം വരുന്നുണ്ട്, അതിൻ്റെ അത്ര എരിവില്ല. ഇതൊരു വൈറ്റ് മിക്സ് ആയിട്ടുള്ള ലൈറ്റ് എരിവാണ് ഇതിന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ടൗണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ. അവിടെ നിന്നാണ്ട് കിലോമീറ്റർ കണക്കിന് വീടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയൊരു ടൗണാണ് ഒങ്കോള്. പിന്നെ ഇനി ഈ ഭാഗങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളാവാനാണ് ചാൻസ്. ഇനി നമ്മൾ പോണ ഈ അലഗാഡ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോണ ഏരിയ മൊത്തം ഗ്യാപ്പിൽ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലത്തെ ടൗണുകൾ കാര്യങ്ങളൊക്കെ കിട്ടാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ അലഗാഡ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഓരോങ്ങളിലൊക്കെ റോഡിൻ്റെ സൈഡിലൊക്കെ ചെറിയ ചെറിയ കടകൾ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നതേ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അറിയുന്നുണ്ടെങ്കിൽ ഓൻ ആ ജോലി സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കും. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ, മറ്റുള്ളവരെ കീഴിൽ വർക്ക് എടുത്തിട്ട് ആ ക്യാഷ് മേടിക്കാനല്ല നോക്കുക. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഒരു ഐഡിയ, അതായത് ഇവിടുത്തെ ആളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയൊരു സംഭവം. അതായത് നമുക്കൊരു ദിവസം എത്ര രൂപയാണ് കൂലി കിട്ടുന്നത്, ആ കൂലി കിട്ടാൻ നമ്മൾ എന്ത് ബിസിനസ്സിൽ ഏർപ്പെട്ടാലാണ് കിട്ടുക എന്നുള്ളത് നോക്കുക. എന്നിട്ട് ആ ബിസിനസ് മാക്സിമം നമ്മൾ ഈ താല്പര്യത്തോടു കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിശ്ചിത ടൈം കൊണ്ട്, അതായത് നമ്മളൊരു ദിവസം 12 മണിക്കൂർ ജോലി എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 4 മണിക്കൂറോ 5 മണിക്കൂറോ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്താ സംഭവം പോലെ പൊളി കിട്ടും. അങ്ങോട്ട് നോക്കണി, ഒടോറൊരു കോട്ടൻ്റെ പോലെ എന്ത് സംഭവം എന്നൊരു ഐഡിയ ഇട്ടിട്ടില്ല കേട്ടോ. ഇനി മുന്നേക്ക് പോയോക്കട്ടെ. ഇതുപോലത്തെ സൈക്കിളുകളെല്ലാം തന്നെ കാണാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ റോഡ് ചുരുങ്ങിട്ടോ, ചെറുതായിട്ടുണ്ട്. റോഡിൻ്റെ അവസ്ഥ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ റോഡിൻ്റെ ആ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിട്ടുണ്ട്. വണ്ടികളിൽ പോണ ആൾക്കാരെ നോക്കിയിട്ടാ ഇവിടുത്തെ ജീവിതം അത്രയും സിമ്പിളാണെന്നുള്ളതാണ്. ഓട്ടോറിക്ഷയിൽ ഏകദേശം ഒരു 10-12 ആളെങ്കിലും ഉണ്ടാവും, 10 ആളെങ്കിലും വിരിവുണ്ടാവും. ഇതുപോലത്തെ പനഞ്ചരക്കര കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഒരു കോളേജാണ് കേട്ടോ, ഉള്ളി കോളേജ്. വലിയ കോട്ടയെ പോലെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ആ കവാടൊക്കെ നോക്കുകയാണെങ്കിൽ സെറ്റ്.
പൊന്നു ഇതിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംഭവിക്കണം. SSN കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്നതൊക്കെ തന്നെ അതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അവിടെ നോക്കണേ, എന്താ കോളേജ് പറഞ്ഞതൊക്കെ കേട്ടോ. കോളേജ് ഫുള്ളി ഒന്നാമത് ഇവിടെ എന്താ പറയുക, അത്രയും സ്ഥലം ഒഴിഞ്ഞ് കിടക്കല്ലേ. ഭൂമിക്ക് തീരെ വില ഉണ്ടാവില്ലേ നമ്മളവിടുത്തെ അന്ന് അത്രത്തോളം. അങ്ങോട്ട് നോക്കാണ് എന്താ ഇതിൻ്റെയൊക്കെ അവസ്ഥ. ചിലപ്പോൾ അത് ഹോസ്റ്റലായിരിക്കും, പക്ഷെ ആ ഒരു കോട്ടയെ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് നോക്കണേ. എന്താ പൊന്നോ. അങ്ങനെ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. വന്നിട്ടിപ്പോൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ അതിൻ്റെ ഉൾഭാഗത്ത് അവിടെയൊക്കെ ആയിട്ട് വലിയ ബിൽഡിങ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. ആ സൈഡിലൊക്കെ വേറെ ഉണ്ട്. ഇത് ഈ ലാസ്റ്റ് ഭാഗത്തായിട്ടുള്ള ബിൽഡിങ്ങാണ് കേട്ടോ. ഇതിൻ്റെ കോലം നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ അല്ലേ, എത്ര ഫില്ലറുകൾ കാര്യങ്ങൾ മറ്റേ മിനാരങ്ങളൊക്കെയാണ് അതിൻ്റെ മേലെ നോക്കണേ. എന്തുമാത്രം പൈസ ചിലവാക്കിയിട്ടുണ്ടാക്കിയ കോളേജായിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും ഒഴിഞ്ഞ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര. ഇനി കുറച്ച് കിലോമീറ്ററുകൾ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തൊരു ടൗണ് കിട്ടുള്ളൂ. മനോഹരമായിട്ടുള്ള യാത്രയാണ്. അതാണ് ഓരോ ടൗണ്. ഇപ്പോൾ നമ്മൾ ടൗണിൽ കൂടുതലായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടം വില്ലേജുകളാണെങ്കിൽ കൂടി വില്ലേജ് എന്ന് പറയാനുള്ള സിറ്റുവേഷൻസ് ഇവിടെ ഇല്ല. സൈഡിലൊക്കെ തന്നെ ഇതുപോലെ കൃഷിയിടങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളാണ് കാണാൻ സാധിക്കുന്നത്. ഇതിലും ചെറിയ കടകളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്.